ഒരു വർഷം കടന്നു പോവുകയാണ്. ഇന്ന് ക്രിസ്മസാണ്. ഇനി 5 ദിവസം കൂടെ കഴിഞ്ഞാൽ 2024 പോയി 2025 ആവുന്നു. പ്രേക്ഷകർക്ക് പുതുവത്സരാശംസ പറയാനല്ല നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പുതുവത്സരാശംസ നമ്മൾ പിന്നാലെ പറയും. ഏതായാലും നമ്മൾ ഒരു വർഷത്തിലേക്ക് തിരിഞ്ഞ് നോക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരാളാണ് ശ്രീ NM പിയേഴ്സൺ. കഴിഞ്ഞ വർഷം കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞ അല്ലെങ്കിൽ വാർത്തകളായി മാറിയ തലക്കെട്ടുകളായി മാറിയ രാഷ്ട്രീയക്കാർ ആരൊക്കെയാണ്? പലരുടെയും പേര് നമുക്ക് പറയാം. എങ്കിലും കുറേ നാളുകളായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തെ, കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ എണ്ണം പറഞ്ഞ ദിനങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ വാർത്തകളിലെ അല്ലെങ്കിൽ വാർത്താ തലക്കെട്ടുകളിൽ കടന്നുകൂടിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മളുടെ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതായിട്ടുള്ള ഗവർണർ മുഹമ്മദ് ആരിഫ് മുഹമ്മദ്. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ വലിയ വാർത്തകൾ സൃഷ്ടിക്കുന്നത് ഗവർണർ എന്ന പദവിയിൽ എന്തെല്ലാം ചെയ്യാം എന്ന് പുതുതായിട്ട് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്തെന്നുള്ളതല്ല പ്രശ്നം. ഇടയ്ക്ക് ആളുകൾ പറഞ്ഞു ഈ ഗവർണറെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കണം, എന്താ കേരളം രക്ഷപ്പെടുന്നത് എന്ന ആളുകൾ പറയുന്ന തരത്തിലേക്ക് വാർത്തകൾ സൃഷ്ടിച്ചു. അതാണ് വാർത്തകൾ സൃഷ്ടിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത. അതാണ് കുറേ ആളുകളെങ്കിൽ, അതായത് മനുഷ്യരെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥക്കകത്ത് കഴിഞ്ഞുകൂടുന്ന സമയത്ത് രാഷ്ട്രീയ വ്യവസ്ഥയുടെ ജീർണത കൊണ്ട് വീർപ്പുമുട്ടപ്പോൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കും. ആ അന്വേഷണത്തിന് വഴിയൊരുക്കുന്ന ആളുകളാണ് പലപ്പോഴും രാഷ്ട്രീയത്തിൽ വാർത്ത നിർമ്മിക്കുന്നവരായി മാറും. അതുകൊണ്ടാണ് ഈ ആരിഫ് ഖാൻ അങ്ങനത്തെ ഒരു സ്പേസ് കേരളത്തിൽ ലഭിച്ചത്. പല വാർത്തകളും അദ്ദേഹം സൃഷ്ടിക്കുന്ന സമയത്ത് അതൊരു ഷോ ബിസിൻ്റെ ഭാഗം കൂടിയായിട്ട് പലപ്പോഴും ആകും. എന്ന് വെച്ചാൽ വലിയ ഷോ അദ്ദേഹം പക്ഷേ അത് കാണിച്ചിരുന്നു. അത് ഓരോ ഷോയും അതിൻ്റെ പോപ്പുലാരിറ്റി കൂട്ടി. പോപ്പുലാരിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഓരോ ഷോയും പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുന്നതായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. കാരണം പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റുന്നതല്ല. എല്ലാ ഷോകളും ബോക്സ് ഓഫീസ് വിജയികളായിരുന്നു. അതെ, ആ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് പുതിയതായിട്ട് ഉണ്ടാവുന്ന, അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു എക്സ്റ്റംബർ സ്പീച്ചുകാരൻ്റെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ തരത്തിലുള്ള വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാനും അതിൽ കസറൻ ഡയലോഗുകൾ ഇറക്കാനും ഒക്കെ കഴിയും. ഇദ്ദേഹം അതിൽ വിദഗ്ധനായിരുന്നു എന്നാണ് തെളിയിച്ചത്. അങ്ങനെയാണ് പലപ്പോഴും വാർത്തകളുണ്ടാക്കി എന്ന് മാത്രമല്ല, ആ വാർത്തകളൊക്കെ തന്നെ പലതും കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന തരത്തിലേക്കുള്ള വാർത്തകളായിട്ട് മാറുകയും ചെയ്യും. ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം അത്രമാത്രം കാര്യങ്ങളിലെ ഉള്ള ഇടപെടലുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്വാഭാവികമായിട്ടും കേരളത്തിൽ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നൊരു വ്യക്തിയായിട്ട് മാറിത്തീർന്നതാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്ന സമയത്തും അതൊരു വാർത്ത തന്നെയാണ്. കാരണം അതിന് പ്രാധാന്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. പക്ഷേ അദ്ദേഹത്തെ ഇങ്ങനെ മാറ്റാതെ ഇങ്ങനെ ഗവൺമെൻറ് കൊണ്ടുകിടക്കായിരുന്നു എന്ന്. അപ്പോൾ പലരും കരുതിയെന്ന് വെച്ചാൽ ഇദ്ദേഹം തന്നെ ഇവിടെ തുടരും. പക്ഷേ അതിനിടയ്ക്ക് ഒരു പ്രഖ്യാപനം വന്നിരുന്നു, പുതിയ ഗവർണർ വരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് മാറുമെന്ന് പറയുന്നൊരു ഫീൽ ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ മാറി. അങ്ങനെ മാറിയ സമയത്ത് കേരളത്തിൽ ഒരുപാട് വാർത്തകൾ സൃഷ്ടിച്ചു. മാത്രമല്ല ആ വാർത്തകളെന്ന് പറയുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴും ഭരണകൂടത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്ന പ്രതിപക്ഷമായിരുന്നു ഗവർണർ. അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്ര വാർത്ത ജനങ്ങളുടെ കയ്യടി ഒരുപാട് കിട്ടി അല്ലേ? അതെ, അങ്ങനെയാണ് കയ്യടി കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഭരണകൂടം മോശമാകുമ്പോൾ അവരുടെ ഭരണം എന്ന് പറയുന്നത് ധിക്കാരപരവും ജനവിരുദ്ധവുമായ എന്ന് ജനങ്ങൾക്ക് പല നല്ല കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ജനവിരുദ്ധതയുടെയും ഒക്കെ പ്രതീകമായിട്ട് മാറിക്കഴിയുമ്പോൾ അതിനെതിരെ ആര് ശബ്ദിച്ചാലും അവർ കയ്യടി കിട്ടും. അത് പ്രത്യേകിച്ച് ഈ ഉന്നത അധികാര സ്ഥാനത്തിലിരുന്ന് ഒരാൾ ചെയ്തപ്പോൾ അത് മാത്രമല്ല, ഞാനിപ്പോൾ ആലോചിക്കുന്നത് അദ്ദേഹം ബീഹാറിലേക്കാണ് പോകുന്നത്. ബീഹാറിൽ ഉടൻ ഇലക്ഷൻ വരാൻ പോവുക. NDAക്ക് ജയിച്ചേ പറ്റൂ. അവിടെ മുസ്ലിം വോട്ടുകളും നിർണായകമായ ഒരു പല മണ്ഡലങ്ങളുമുണ്ട്. ആ സാഹചര്യത്തിലാണ് മുസ്ലിമായ ഒരു ഗവർണർ അവിടെ ചെല്ലുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോപ്പുലാരിറ്റി, മുസ്ലിം എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി കൂടി ബീഹാറിലെ രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്ന് BJP ആലോചിക്കുന്നുണ്ടായിരിക്കും. അല്ല, BJP പലപ്പോഴും ഹിന്ദുത്വ പാർട്ടിയാണ് എന്നുള്ളത് ശരിയാണെങ്കിലും അവർ പലപ്പോഴും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെയും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ജോർജ് കുര്യൻ നമുക്ക് മന്ത്രിയായിട്ട് വരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിലൊക്കെ മറ്റുള്ളവരുടെ ഒരാളും പ്രതീക്ഷിക്കാൻ അങ്ങനെയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു
സമയത്ത് കയറി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പൊളിറ്റിക്സിൻ്റെ സാധ്യതകൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വാർത്തകൾ സൃഷ്ടിച്ച വ്യക്തികൾ എന്ന നിലയ്ക്കാണ് മറ്റൊരാൾ. അപ്പോൾ ഒന്ന് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനെ ഫിക്സ് ചെയ്തു. രണ്ടാമത് നമുക്ക് സുരേഷ് ഗോപി വാർത്തകൾ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടാണ്. ചരിത്രമാണ്, അതൊരു ചരിത്രമാണ്. കാരണം കേരളത്തിൽ ഞാൻ ഒരിക്കലും സുരേഷ് ഗോപി ജയിക്കും എന്ന് കരുതിയിരുന്നില്ല. പക്ഷേ നിരീക്ഷണത്തിൽ നമുക്ക് ജയിക്കാനുള്ള സ്കോപ്പ് അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഒരു നിയമസഭയിൽ പോലും ഒറ്റയ്ക്ക് BJP ജയിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണല്ലോ, അല്ലേ? ഒരു വലിയ ക്വസ്റ്റ്യനാണ്. പിന്നെ 6 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ഒരു പാർലമെന്റ്. ഒരെണ്ണത്തിൽ ജയിക്കാത്ത അവരെങ്ങനെയാണ് 7 കൂടി ജയിക്കുക? അത് മറികടന്നു എന്നുള്ള ആ പൊളിറ്റിക്കൽ ന്യൂസ് അതിൻ്റെ ഒരു എന്താണ് മുനയായിട്ട് സുരേഷ് ഗോപിയുടെ വിജയമൊന്നുമല്ല ഈ പൂരം കലക്കിയതുകൊണ്ടാണെന്നൊക്കെ പറയുന്ന ഈ യഥാർത്ഥ കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഒരു പൊളിറ്റിക്കൽ പാഠപുസ്തകമാണ് സുരേഷ് ഗോപിയുടെ വിജയം. അദ്ദേഹം ഒരു തവണ തോറ്റു, ആ മണ്ഡലത്തിൽ 5 വർഷം അവിടെ നിന്നു, ജനങ്ങളുമായി നിരന്തരം ഇടപഴകി. എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഗ്രൂം ചെയ്തു വന്ന് വിജയത്തിലേക്ക് എത്താമെന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് തൃശ്ശൂരെ. രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നമ്മൾ പരിശോധിക്കണം. സുരേഷ് ഗോപിയുടെ സ്ട്രാറ്റജി കൃത്യമായിരുന്നു. അല്ല, അത് ആ രീതിയിലല്ല വിലയിരുത്തപ്പെടുന്നത്. പിന്നീട് അങ്ങനെയല്ല, അതിനെ ചെറുതാക്കാൻ വേണ്ടി ഒരു പ്രശ്നം അതാണ്. ചെറുതാക്കാൻ വേണ്ടി വേറെ കഥകൾ, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, ഇല്ലെന്നല്ല, അത് വേറെ കാര്യം. കാരണം ഈ പൂരം കലക്കിയാൽ പോലും അത് ഇതിൻ്റെ ഒരു ടൂളായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള കഴിവ് തീർച്ചയായിട്ടും ഈ പൊളിറ്റിക്കൽ വിക്ടറി അല്ലേ ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു വിക്ടറിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ. വിക്ടറിക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കട്ടെ, അതിനെന്താ കുഴപ്പം? അവിടെ എൻ്റെ പ്രശ്നം ഈ പൂരം കലക്കിയാൽ എങ്ങനെയാണ് BJP വോട്ട് കിട്ടുന്നത്? പൂരം കലക്കിയാൽ ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടും. അതെ, പൂരം കലക്കിയാൽ LDFനും UDFനും വോട്ട് കിട്ടത്തില്ല, BJPക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നത് തന്നെ ഒരു ഇല്ലോജിക്കലാണ്. അല്ല, അത് അങ്ങനെ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു ഡിസ്കഷൻ നടത്തുമ്പോൾ ഈ പൂരം കലക്കിയത് CPM ആണ്. CPM മാത്രമല്ല, പോലീസും സർക്കാരും കൂടി ചേർന്നാണ് കലക്കിയത് എന്ന് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ്, അല്ലെങ്കിൽ അതാണ് വസ്തുത എന്ന് വന്നാൽ ആളുകൾ തീർച്ചയായിട്ടും CPM-നെതിരായിട്ട് തിരിയും. അതെ, അന്നത് ആ വോട്ട് കരുണാകരന്റെ മകന് കൊടുത്തൂടെ? UDF കൊടുക്കാതിരിക്കുക, അതങ്ങനെ BJPക്ക് കിട്ടും. അല്ല, അത് കൊടുക്കാതിരിക്കുക. അപ്പൊ ഹിന്ദുക്കൾക്കൊരു പ്രശ്നം വന്നാൽ ഹിന്ദുക്കൾ BJPക്ക് വോട്ട് ചെയ്യും എന്ന് ഇടതുപക്ഷ മുന്നണിയും UDF സമ്മതിക്കലല്ലേ? അത്തരത്തിലുള്ള ലോജിക്ക് അതിനകത്തുണ്ട്. അതാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരു ആരോപണം ഉന്നയിക്കും, അല്ലെങ്കിൽ ഒരു വിഷയം പ്രസന്റ് ചെയ്യും. ആ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മറുതലക്ക് ഉയർന്നു വരുന്നതായിട്ടുള്ള ഒരു ലോജിക്കൽ ഇഷ്യൂ ഉണ്ട്. അതിന് ആൻസർ ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഈ വിഷയത്തിൽ അതാണല്ലോ സംഭവിക്കുന്നത്. കാരണം ഹിന്ദുക്കൾക്കൊരു പ്രശ്നം വരുന്നു, ഹിന്ദുക്കൾ ഉത്സവം കലക്കുന്നത് സർക്കാരാണ് എന്ന് കരുതുമ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം, ആ വികാരം എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും മുരളീധരന് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. BJP കിട്ടിയത് മുരളീധരൻ പറയുന്നത് പകരം സംഭവിച്ചെന്ന് വെച്ചാൽ ഈ മുരളീധരന് കിട്ടേണ്ട 1 ലക്ഷത്തോളം വോട്ടുകളാണ് സുരേഷ് ഗോപിയിലേക്ക് ഒഴിപ്പോയി. പറയുന്നതിന്റെ ലോജിക്കില്ലായ്മയുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ഇവർ പറയണം ഹിന്ദുക്കൾക്ക് പ്രശ്നം വന്നാൽ അവരെ രക്ഷിക്കാൻ BJPയെ ഉള്ളൂ എന്ന് ഹിന്ദുക്കൾക്ക് അല്ല എന്ന് സമ്മതിക്കുന്ന ഒരു ലോജിക്കൽ ഇഷ്യൂ അതിൻ്റെ ഉണ്ട് എന്നുള്ള കാര്യം അവര് മറന്നു പോകുന്നു, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ തന്നെ വളരെ സങ്കുചിത്വം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ശരിക്കും. കാരണം ഇതൊന്നും എല്ലാവരും കൂടി പരിശോധിച്ചിട്ടല്ല, അതായത് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പേസിൽ നിന്നിട്ടല്ല ഇവർ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് പ്രശ്നം. കൃത്യമായി വിശകലനം ചെയ്തിട്ടില്ല. അത് വ്യാഖ്യാനങ്ങൾ, ഇന്റർപ്രിട്ടേഷൻസ് എങ്ങനെ പോകുന്നുള്ളൂ. ആ ഇന്റർപ്രിട്ടേഷൻസ് ഇന്റഗ്രേറ്റഡ് അല്ലെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായി. ശരിക്കും സമഗ്രമല്ല. സമഗ്രമാണെങ്കിൽ ഇങ്ങനെ സാധനം പറയില്ല. ഇനി മറ്റൊന്നുണ്ട്, അവിടെ കാണാതെ പോകുന്നൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ പൂരം കലക്കൽ എന്നിങ്ങനെ സുനിൽകുമാർ പോലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ കാണേണ്ട ഒരു കാതലായ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്തുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ ഇടതുപക്ഷത്തിനും UDFനും നഷ്ടമായി എന്നൊരു വലിയ ചോദ്യമല്ലേ? ക്രൈസ്തവർ നല്ല തോതിൽ മാത്രമല്ല ഞാൻ കാണുന്നത്, മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടുണ്ട്. മുസ്ലിം, അതായത് എവിടെ അല്ല സുരേഷ് ഗോപി കിട്ടിയിട്ടുണ്ടോ? മുസ്ലിം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സമൂഹം, ഈ തൃശ്ശൂർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലെ സമൂഹത്തിൽ ഒരു നല്ല ഭാഗം ഈ കച്ചവടക്കാരുടെ വ്യാപാരികളാണ്. ആ വ്യാപാരികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരും അതേപോലെ തന്നെ ഈ ഭരണകൂടവും
അനുകൂലമല്ലാത്തതായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാടക നിശ്ചയം ഓർമ്മയില്ലേ? അതെ അതെ, പൂരത്തിൻ്റെ ഭീകരമായിട്ടുള്ള വാടക അവരങ്ങ് ഉയർത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇവരെ വല്ലാത്ത തരത്തിൽ ഷോക്ക് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്ന സമയത്ത് അവരതിൻ്റെ ദീർഘകാല പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും അവരാലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. BJP-യോട് ജയിച്ചാൽ എന്താ സംഭവിക്കുക, അങ്ങനെയൊന്നും അവർക്കങ്ങനെ ആ സമയത്തൊന്നല്ല ഒരു സമയത്ത് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അന്നേരത്ത് കൊടുക്കാവുന്നൊരു ഷോക്ക് എന്ന നിലക്ക് അവർ ഇവർക്കിട്ട് അടി കൊടുത്തതാണ് അത് എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ വിലയിരുത്തപ്പെടുന്നില്ല എന്നുള്ളത് വേറെ വിഷയം. പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു പേഴ്സണാലിറ്റി അതുണ്ട്. അത് നമ്മൾ ഘടകമാണ്. ഒരു ഘടകമല്ലേ ഇത്. സുരേഷ് ഗോപിയുടെ ബോർഡുകളൊക്കെ കണ്ട അങ്ങനെ അറിയോ? ഞാൻ ഇലക്ഷന് 2 മാസം മുമ്പ് പോയപ്പോൾ കണ്ടത് സുരേഷ് ഗോപിയുടെ വലിയ പൂർണ്ണകായ ചിത്രം, എന്നിട്ട് നെഞ്ചത്തിങ്ങനെ കൈവച്ചുകൊണ്ട് ചതിക്കില്ല ഒരിക്കലും, ഒറ്റ ക്യാച്ച് വേർഡാണ്, വേറെ ഒന്നുമില്ല. അതെ, ഇതെല്ലാം ശരിയാണെങ്കിൽ പോലും ഇനി സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന് വാർത്ത സൃഷ്ടിച്ചെങ്കിലും ഇനി അത് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. എല്ലാ രാഷ്ട്രീയക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അത്. സ്വാഭാവികമായും ആന്റി ഇൻകംബൻസി ഫാക്ടേഴ്സ് വരും. കാരണം എന്ന് വെച്ചാൽ മനുഷ്യൻ ചില പ്രതീക്ഷകളും പ്രത്യാശകളൊക്കെ വെച്ച് പുലർത്തിയിട്ടാണ് ഒരാളെ ജയിപ്പിക്കുന്നത്. ഏത് പാർട്ടിയില്ല, ഒരു കമ്മ്യൂണിറ്റി അല്ല, ഇൻഡിവിജ്വൽസ് പ്രതീക്ഷിക്കും. ഇൻഡിവിജ്വൽ ആ പ്രതീക്ഷകളൊന്നും നിർവഹിക്കപ്പെടാതെ പോയാൽ ഒരാൾക്കും ഒരാളുടെ സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ അതിനെതിരായി തീരുകയും ചെയ്യും എന്നുള്ള അങ്ങനത്തെ ആ സ്ഥാനത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ കണ്ട രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഒരു ഫാക്ടർ അല്ല ഇദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് നയിക്കുന്നത്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിൽ ഇപ്പോൾ RSSന്റെ അവിടെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയാം. അതേപോലെ തന്നെ കിട്ടാൻ സാധ്യതയുള്ളതായിട്ടുള്ള വോട്ടുകളെല്ലാം ഫോക്കസ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിന് എത്രയും മുമ്പ് തന്നെ നിർവഹിച്ച അതൊക്കെ എന്ത് രാഷ്ട്രീയ പാർട്ടികൾ കാണാത്തത്? ഇപ്പം ഞാൻ BJPയുടെ നിയമസഭാ പോരാട്ടങ്ങൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് സാധ്യതയുള്ള ചില നിയമമണ്ഡലങ്ങളുണ്ട്, വളരെ മുൻകൂട്ടി പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി അവർക്ക് ജയിക്കാൻ കഴിയുന്നതാണ്. ഇവരൊന്നും ചെയ്യില്ല. അടുത്ത അസംബ്ലി ഇലക്ഷന് വേണ്ടി ഇപ്പോൾ നോക്കൂ, ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഇലക്ഷനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിച്ചിട്ട് പോലുമില്ല, അതിനുമുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അതിന് സുരേഷ് ഗോപി ഒരു ഉദാഹരണമാണ്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഇടപെടലുണ്ട്. പ്രധാനമന്ത്രി 2-3 തവണ വരുന്നു. ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ വന്നു. ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ വെച്ച് അതിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറഞ്ഞാൽ. അതൊരു ചരിത്രമായി തീർന്നുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു വാർത്താതാരമാണ് സുരേഷ് ഗോപി. അങ്ങനെയാണ് മാറുന്നത്. മറ്റൊരാൾ നമ്മുടെ അൻവറാണ്. അൻവർ ഉണ്ടാക്കിയ കലാപം അതല്ല കോലാഹലം എന്ന് പറയുന്നത് കുറേ നാളത്തേക്ക്, ഒരുപാട് നാളിന് ശേഷം പിണറായി വിജയനോട് നേരിട്ട് നിന്ന് കട്ടയ്ക്ക് നിന്ന് മത്സരിച്ചു അല്ലേ? പിണറായി തൻ്റെ അച്ഛനെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം തീർന്നിട്ടുണ്ടെങ്കിൽ പിണറായി ഇട്ട് അടിക്കുന്ന കാഴ്ചയാണ് അവസാനം നമ്മൾ കാണും. അപ്പോൾ പിണറായിക്കെതിരായിട്ടും അതേപോലെ തന്നെ പിണറായിയുടെ ചുറ്റുമുള്ള ഉപജാപ സംഘത്തിനെതിരായി അതിശക്തമായിട്ട് പോരടിക്കുന്ന ഒരു പോരാളി എന്ന് പറയുന്ന ഒരു ഇമേജ് കുറേ കാലത്തൊക്കെ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യണം. ആ കാലഘട്ടത്തിലാണ് അയാൾ എല്ലാ ദിവസവും ഇങ്ങനെ വാർത്തയിൽ വന്നിരുന്നത്. മാത്രമല്ല വാർത്തകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അത് പോവും. കാരണം എന്ന് വെച്ചാൽ അവർക്കൊന്നും ഒരു ബേസ് ഇല്ലാത്തവരാണ്. ഒരു മഴയത്ത് പെയ്ത തകര പോലെ ആയിപ്പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. അത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നത് തന്നെയാണ്. ഞാൻ പലപ്പോഴും അൻവറിന് മാത്രം മനസ്സിലായില്ല. അൻവറിന് മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ അൻവർ അതിൽ മുങ്ങിയ ഒരാളാണ്. നമ്മളിപ്പോൾ ഈ വലിയ ഘോഷയാത്രകളിലും അതേപോലെ തന്നെ കാർണിവല്ലുകളിലൊക്കെ തുള്ളി ആടി കളിച്ചൊക്കെ നടക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് വൃത്തികേടാണെന്ന് നമുക്ക് തോന്നൂലേ? നമ്മൾ വേറെ ഓരോരുത്തന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അത് രാഷ്ട്രീയ സദാചാരം, രാഷ്ട്രീയ വിശുദ്ധി, ധാർമ്മികത ഇതൊന്നും ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത തരത്തിൽ ധാർഷ്ട്യം, അഹങ്കാരം, ഗുണ്ടായിസം ഇതിൻ്റെയൊക്കെ ഭാഷയാണ് നിരന്തരം അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പൊതുവിൽ പറയപ്പെടുന്നുണ്ട്. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. മാതൃകാ വാർത്താ താരമൊന്നുമല്ല അൻവർ. അങ്ങനെയല്ല അദ്ദേഹം. ഇപ്പോൾ പോസിറ്റീവ് വാർത്താ താരം എന്ന നിലയ്ക്ക് നമുക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ ഒരു നെഗറ്റീവ് വാർത്താ താരം തന്നെയായിരുന്നു. വളരെ നെഗറ്റീവായിട്ടുള്ള. കാരണം അദ്ദേഹം എന്താ പറഞ്ഞത്, ഞാൻ അവരുടെ ഫോൺ കോളുകളെല്ലാം ചോർത്തി. ആർക്കതിനൊക്കെ അവകാശം കൊടുത്തത്? ഇയാൾ എന്ത് സംസാരിക്കുന്നത് ഇയാൾക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞതുണ്ടല്ലോ, അതാ
ഒരാൾ നേരത്തെ സംസാരിക്കാൻ ഭയപ്പെടുന്ന അവസ്ഥയുണ്ടാവും. നേരത്തെ അയാളെ നമ്മൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? ഭൂമി കയ്യേറ്റക്കാരനും അതേപോലെ പരിസ്ഥിതി നശിപ്പിക്കുന്നവനും വലിയ വ്യവസായിയും അങ്ങനെ ഒക്കെ, അതായത് ആളുകൾ അങ്ങനെ ചുവന്ന് നടക്കേണ്ടതല്ലാത്തതായിട്ടുള്ള കഥാപാത്രം. പക്ഷേ CPM ഏറ്റെടുത്ത് അയാളെ കൊണ്ടുവന്ന് അയാളെ ജയിപ്പിച്ചു. അങ്ങനെയുള്ളൊരു കക്ഷിയായിരുന്നു. ഈ CPMൻ്റെ ഒരു ടൂളായിരുന്നു അയാൾ ശരിക്കും പറഞ്ഞു. പക്ഷെ അയാൾ CPMനെതിരെ നിൽക്കുമ്പോൾ തിരിഞ്ഞു വെട്ടി. അപ്പോൾ തിരിഞ്ഞു കുത്തുമ്പോൾ വാർത്തയാവും. ആ വാർത്ത പ്രാധാന്യം ഉണ്ടായത് ഒന്ന്. രണ്ടാമത്തത് പിണറായിക്കെതിരെ ആളുകളുടെ ഒരു വികാരം ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് അതിനെ കത്തിജ്വലിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. പിണറായിയുടെ ഒരു ഒത്താശ നിർവഹണം നടത്തുന്നതായിട്ടുള്ള ശശി എന്ന് പറയുന്നതായിട്ടുള്ള CPMൽ തന്നെ വലിയ തരത്തിൽ എതിർപ്പുള്ള ഒരാൾ, അയാൾക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരിക. പിന്നെ ADG അജിത് കുമാറിന് എതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ നോക്കാറില്ല. തെളിയിക്കാൻ കഴിഞ്ഞില്ല. അല്ല, ഈ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചെറുതായാലും വലുതായാലും അതിനാവശ്യമായിട്ടുള്ള തെളിവ് ആദ്യം ജനങ്ങളുടെ മുന്നിൽ കാണിക്കാമെന്നാണ്. ഇതാണ് തെളിവ് എന്ന് പറഞ്ഞിട്ടാണ് ആ തെളിവാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാകും. അതാണ് ഇയാൾക്ക് ആ ക്രെഡിബിലിറ്റി ഉണ്ടായില്ല. പക്ഷെ അയാൾ നമ്മളുടെ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെയൊക്കെ തയ്യാറാണ്. എല്ലാ ദിവസവും അയാളെ വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുക. എത്രയോ നാളുകളാണ് റേറ്റിങ്ങിന് വേണ്ടി ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ 3 പേരുകൾ പറഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ, സുരേഷ് ഗോപി, അൻവർ. ഇവർ 3 പേരുമാണ് കഴിഞ്ഞ വർഷം തലക്കെട്ടുകൾ ഉണ്ടാക്കിയവരെന്ന് പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ 3 പേരിനപ്പുറത്തേക്ക് നമുക്ക് CPMൽ നിന്നൊരാൾ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നൊരാൾ, വനിതകൾക്കിടയിൽ നിന്നൊരാൾ, അങ്ങനെ പറയാൻ ആരുമില്ല. കേരളം നേരിടുന്ന വല്ലാത്തൊരു പ്രതിസന്ധിയാണിത്. അല്ല, അതായത് ഇതെല്ലാം പറയുമ്പോഴും നല്ലൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് പ്രസരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ആളുകളെ കണ്ടെത്താനായിട്ട് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വളരെ വളരെ ഗുരുതരമാണ്. കേരളം നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാൾ എന്ന നിലയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ഒരു ലീഡർ എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. നമ്മുടെ ഈ സമൂഹത്തെ നമ്മളിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളിങ്ങനെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്ന തരത്തിലുള്ള ഒരു സ്പാർക്കാണ്. ചെറുപ്പക്കാർ മാറി നിൽക്കും. അതെ, അങ്ങനത്തെ സ്പാർക്കുള്ള ലീഡേഴ്സ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇല്ല, അതേ പോകുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് വനിതകളുടെ. അതെ, ഒരു വനിതയെ എടുത്തു കാണിക്കാൻ ആരുമില്ല. അതായത് നമുക്കൊരു ടവറിങ് പേഴ്സണാലിറ്റി. നേരത്തേക്ക് നമ്മൾ ഈ പേരുകളൊക്കെ പറയും, ഇപ്പോൾ EMS അതൊക്കെ, അല്ലെങ്കിൽ AKG, കരുണാകരൻ, ഇങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരുപാട് പേരുകൾ ഇങ്ങനെ നേരത്തെ പറയാം. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ടവറിങ് പേഴ്സണാലിറ്റികളായിരുന്നു ശരിക്കും പറഞ്ഞു. അവരുടെ മുന്നിൽ നമുക്ക് വെക്കാനായിട്ട് പുതിയ കാലത്ത് രാഷ്ട്രീയ നേതൃത്വം ഇല്ല എന്നുള്ളത് നമ്മളിങ്ങനെ വാർത്ത സൃഷ്ടിച്ച വ്യക്തികളുടെ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പ്രശ്നമാണ്. എൻ്റെ ഖേദം അതല്ല, ഒരു വനിതാ നേതാവ് സംസ്ഥാനം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരാൾ ഇല്ല എന്ന് പറയാം. അത് ഒരു പ്രശ്നമാണ്. വനിതകൾ നമ്മളിപ്പോൾ വളരെയധികം സ്ത്രീ സമത്വത്തെക്കുറിച്ചും പിന്നെയും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ KK ശൈലജയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വല്ലാതെ മങ്ങിപ്പോയി. പിന്നെ ഉള്ളത് ഈ ഒരു ലെവലിലേക്ക്, ഹൈറ്റ്സിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ പറയാവുന്നൊരു പേരുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന യൂണിവേഴ്സൽ സുരേന്ദ്രനെ വാർത്തകൾ സൃഷ്ടിച്ചൊരു വ്യക്തിയായിട്ട് ശോഭ വാർത്തകളിൽ നടന്നിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ പറഞ്ഞത് അല്ല, ശോഭയുടെ പേര് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ വലിയ പാർട്ടികളായ CPMലും കോൺഗ്രസിലും അങ്ങനെ ഒരു വനിതയെ എടുത്ത് പറയാനില്ല. അപ്പോൾ വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കൂടെ ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്ല, കുറേ തെരഞ്ഞെടുപ്പുകളായിട്ട് ഏത് സ്ഥലത്തും കൊണ്ട് നിർത്താൻ പറ്റുന്ന BJPയുടെ സ്ഥാനാർത്ഥിയെ അവർ മാറി. അതാണ്, അവർക്ക് എവിടെയും ചെന്ന് മത്സരിക്കാം. ആ ഒരു റേഞ്ചിലേക്ക് അവർ ഉയർന്നു വന്നു എന്നുള്ളത് വനിതാ നേതാവ് എന്ന നിലയ്ക്ക് BJPയിലെ എന്നല്ല, വനിതാ നേതാവ് എന്ന നിലയിൽ കേരളത്തിലെ 3 പാർട്ടികൾക്കും ഉള്ള വനിതാ നേതാക്കളെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു നേതാവ് അങ്ങനെയാണ്. അതാണ് അതിൻ്റെ നമ്മളുടെ ഈ ഒരു നമ്മളൊരു നേതൃത്വ ശുഷ്കത എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കിങ്ങനെ കുറച്ച് ആളുകളിലേക്കാണ് ഈ വാർത്തകൾ സൃഷ്ടിക്കുന്ന വ്യക്തികളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ. അപ്പുറത്തിപ്പോൾ പിണറായി വിജയൻ എപ്പോഴും വാർത്തയിലുണ്ട്, VD സതീശനുണ്ട്, അതേപോലെ രമേശ് ചെന്നിത്തലയുണ്ട്, അങ്ങനെ പല സുരേന്ദ്രനുണ്ട്, സുരേന്ദ്രനുണ്ട്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷെ അവരൊന്നും ഈ പറയുന്നവരെ ഒരു ഡയമെൻഷണൽ പ്രോസസ്സിൽ നമ്മളിങ്ങനെ മുന്നിലേക്ക് വരുന്നു. പിണറായി പോലും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു പിണറായിയേക്കാൾ കൂടുതൽ പിണറായി മുഖ്യമന്ത്രിയായി കിട്ടുന്ന
ഒരു വാർത്താ പരിവേഷം മാറ്റിവെച്ചാൽ ചിലപ്പോൾ അതിൽ കൂടുതൽ കവറേജ് സുരേന്ദ്രന് കിട്ടിയിട്ടുണ്ടാവും. സുരേന്ദ്രനും കിട്ടുന്നുണ്ട്, സതീശനും കിട്ടുന്നുണ്ട്, സതീശനും കിട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു ക്ലൗട്ടിലാണ് പിണറായി അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ പിണറായി വലിയ നേരത്തെ പിണറായിക്ക് അങ്ങനെ അല്ലാത്തൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് ശരിയാണ്, അത് അങ്ങനെ പോയി എന്നുള്ളത് ശരിയാണ്. അതെ. ഏതായാലും 2024 കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ചെറിയ പരിച്ഛേദമാണ് നമ്മൾ വിശകലനം ചെയ്തത്. ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം പ്രേക്ഷകർക്കെല്ലാം നമുക്ക് പുതുവത്സരാശംസകൾ തരാം. പിയേഴ്സൺ മാഷ് ഇനിയിപ്പോൾ നാളെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ട്, വീണ്ടും വരുന്നുണ്ട്. എന്തായാലും പുതുവത്സരാശംസയല്ലേ, ഇത് ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് ആശംസകൾ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.